Hello guys, welcome to another episode of Flash Vlogs. ഈ ഫ്ലാഷ് വ്ളോഗ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ മുമ്പെന്തോ എൻ്റെ പഴയ BTSൻ്റെ അതിൽ ഞാൻ ഫ്ലാഷ് വ്ളോഗ്സ് എന്നൊരു സാധനം ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ആ സമയത്ത് വെച്ച് പിന്നെ അവിടെ വെച്ച് നിർത്തിയല്ലോ ഞാൻ. വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ്സിനെ നമ്മൾ ഫ്ലാഷ് വ്ളോഗ്സ് എന്ന് വിളിക്കും. അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഷാരുവിൻ്റെ ഹസ്ബൻഡില്ലേ, അപ്പോൾ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. വലിയ ചുമയും സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നു. പനിയില്ല, എന്തായാലും പനി മാറി. പക്ഷേ ചെറിയൊരു കിച്ചുണ്ട്, അത് ഇതുവരെയായിട്ടും മാറിയിട്ടില്ല ഗൈസ്. ഈ ഫ്ലാറ്റിൽ കാറിൻ്റെ അകത്തിരുന്ന് ഈ സംസാരിക്കുന്നത് കണ്ടിട്ട് ചുറ്റിക്കൂടെ പോകുന്ന എല്ലാവരും നോക്കുന്നുണ്ട് എന്നെ. ഇത് ഏത് പൊട്ടനെന്നുള്ള രീതിയിൽ ആലോചിക്കണം കേട്ടോ. ദൈവമേ, ഞാനിവിടെയൊക്കെ മസിൽ പിടിച്ച് നടക്കുന്നത് മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു സൈഡ് ആരും കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം പറഞ്ഞു വരുന്നതെന്ന് തന്നെ, അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും അനന്തുവിൻ്റെ ബർത്ത്ഡേ ഇന്ന്, അപ്പം 7 മണിക്ക് എന്തോണം അവിടെ എത്താൻ പറഞ്ഞത്. ഡിസ്ട്രിക്ട് 7 തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും അവനൊരു ഗിഫ്റ്റും വാങ്ങിച്ച്, എൻ്റെ ഒരു മൈക്ക് കാർത്തീരെ ആയിപ്പോയത് അപ്പോൾ നാരായണൻകുട്ടി ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു ഫോറം മോളിൽ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ടപ്പേന്ന് അവനും എന്തെങ്കിലും വാങ്ങിച്ച് ആ മൈക്കും വാങ്ങിച്ച് നമ്മൾ നേരെ ഡിസ്ട്രിക്ട് 7 പോയി അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി 7:30 മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ എത്തുമെന്ന് തോന്നുന്നില്ല കേസ്. ഞാൻ മിക്കവാറും ഞാനായിരിക്കും അവിടുത്തെ സർപ്രൈസ് ഗസ്റ്റ് മിക്കവാറും. നോക്കാം. അപ്പോൾ നാളെ സനയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ നെയ്ബർ അജാസും സനയും അവരെ കുറേ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടാണ്, ഷാസിൻ്റെയും കാർത്തിക്കിൻ്റെയൊക്കെ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ നാളെയാണ്. അപ്പം അവൾക്കും ഗിഫ്റ്റ് എന്ന് വേണ്ട, നാളെ വാങ്ങിക്കാം. നമ്മളെല്ലാം കറക്റ്റ് സമയത്തെ നമ്മൾ എല്ലാം ചെയ്യത്തുള്ളൂ. അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച് വയ്ക്കുന്നതും ചെയ്യുന്ന പരിപാടി നമുക്കില്ല ഗൈസ്. അപ്പം അതും വ്ളോഗ് ഞാൻ വിചാരിക്കുന്നത് അതും എടുത്തിട്ട് രണ്ടും കൂടെ ഒറ്റ വ്ളോഗാകാം. വാട്ട് യു സേ ഗൈസ്? അതല്ലേ നമുക്ക് പണിക്കുറവും ഗുമ്മുള്ളതും, 2 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒറ്റ വ്ളോഗിൽ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്തായാലും ഫോറം മോളിലോട്ട് പോട്ടെ. അവിടെ ഈ ക്യാമറയൊക്കെ എടുത്ത് വെച്ച് എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഫോറം മോളിൽ വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചു തരുന്ന നാരായണൻകുട്ടി, ഗുരുവും ശിഷ്യനും ഒക്കെ ഭയങ്കര ടീച്ചർ മോഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അനന്തൂനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ആ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് ഗൈസ്, ഞങ്ങളങ്ങനെ എൻ്റെ മൈക്ക് തിരിച്ച് കിട്ടി. ഈ വൃത്തികേട്ടവൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. നീ അത് ഓർമ്മിപ്പിക്കണ്ടേ, ഞാൻ മറന്നുപോയി. നിന്റെ അല്ല, ഞാനും കുറച്ച് ബിസിയാണ് ഗൈസ്. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ എന്തോന്ന് എൻ്റെ പേര് അസാറോടെ ഗിഫ്റ്റ് സാധനമാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം നമ്മളത് കൊണ്ടൊന്ന് കൊടുക്കട്ടെ ഗൈസ്. ഞാൻ എത്രയും പെട്ടെന്ന് കത്തിച്ചു വിട്ടൊന്ന് പോയി കൊടുക്കാനുള്ള പ്ലാനിലാണ്. ടാറ്റ ഗൈസ്. ഇതാരാണെന്ന് കണ്ടോ ഗൈസ്? ആദ്യം തന്നെ വന്ന് എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എത്ര പാർട്ടി നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. ഇനി എനിക്കും അകത്ത് വേണ്ട, ഇനി പുറത്തു മതി. എന്ത് ലുക്ക് ഗൈസ്, നോക്കിയേ. മാനേജർ പോലും കുഴപ്പമില്ല, നമ്മളെ സ്വന്തം പരിപാടി തന്നെ. എന്നാലും അങ്ങനെ വളരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ചെറിയ ഇവൻ്റ് എന്നാണ്, പക്ഷേ ഇത് കുറച്ച് 10-17 പേര് വരുന്ന ഇവൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അവർ വരുമ്പോഴേക്കും നമുക്ക് ഒളിച്ചിരിക്കാം. അവരിപ്പോൾ വരും. പക്ഷെ അങ്ങനെ 2 പേരേ ഉള്ളൂ. 17 പേരിൽ 15 പേര് ഇനി വരാൻ കിടപ്പുണ്ട്. ശരി ഗൈസ്, ലെറ്റ്സ് സീ. പിന്നെ വരാം. അവിടെ വ്ളോഗ് എടുത്തോണ്ട് വരുന്നുണ്ട്. അതാ കൊള്ളാമെന്ന്. അവളെന്തൊക്കെയാ പറയുന്നത്? അതാ കൊണ്ടുവരുന്നുണ്ട്. അവള് രാമനാഥനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നുണ്ട്. ഇനി വന്നോ, വിട്ടോ. Happy birthday to you. Happy birthday dear Anandu. Happy birthday to you. കൈയടിക്കണോ? നമ്മളെ പയ്യനെ പേടിപ്പിച്ച് എല്ലാരും കൂടെ. എടാ, അകത്തോട്ട് വന്നാലേ എനിക്കൊരു ധൈര്യമുള്ളൂ.
അനന്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അങ്ങനെ അനന്തു ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയുണ്ടോ എല്ലാരും കണ്ട് പേടിച്ചോ? ആ എടാ എന്റെ വണ്ടിയും കണ്ടാടാ, അത്രയും ഒളിച്ചിട്ടിട്ടാ. അത് ഞാൻ എന്റെ മുഖം കാണിക്കുന്നില്ല ഇതില്. അങ്ങനെ സർപ്രൈസ് ആയി. ആ സൈഡിലോട്ട് നമ്മൾ നോക്കുന്നില്ല. ഓടാ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്. എവിടെ അനന്തു? അനന്തു ഹാപ്പി ബർത്ത്ഡേടാ. അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഗിഫ്റ്റ്. എന്റെ ആദ്യത്തെ വ്ളോഗ് ഗിഫ്റ്റ് നിനക്കാണ് അത് കിട്ടുന്നതാടാ. താങ്ക്സ്. സെറ്റിംഗ് അപ്പ് ഓഫ് ദ ബർത്ത്ഡേ കേക്ക്. അവനാരും മാറ്റി കളഞ്ഞു. അതിന് ആരും കൊണ്ടുവരുന്നത്? അത് ആരുടെ ടെക്നിക്കായിരുന്നു അത്? കറക്റ്റ് സമയത്തിന് അവനെങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ തോന്നി. കൊള്ളാലോ, അതൊക്കെ ടാർട്ടടാ. എടി തരും തരും, എടുക്കാതെ എപ്പോഴേ. ഇതിന്റെ എന്തോ കല്യാണം. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്തോ ഈ വ്ളോഗ് കുറച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും. സഹിക്കുക, ക്ഷമിക്കുക. തിരിച്ചു വന്നപ്പോഴേക്കും സർപ്രൈസ്. മേശ മൊത്തം കേക്കായിരുന്നു. അങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആസ് ഓൾവേസ് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും പറയാനില്ലേ? എല്ലാം കൈ കൊണ്ട് എടുത്തുകൊണ്ട് എവിടെയൊക്കെ ഓടാനുള്ള പരിപാടിയാണ് കേട്ടോ. കൈ വെറുതെ ഇരിക്കൂല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കേക്ക് മുറിക്കുന്നത് കഴിഞ്ഞ് നമ്മൾ വരുന്നതായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനന്തു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ് കേക്ക് ഒരു രക്ഷയില്ല, പൊളി കേക്ക്. സോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് 7 വരിക, ഇവിടെ നിന്ന് തന്നെ കേക്ക് ഓർഡർ ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക. പ്രൊമോഷൻ അല്ല, ഇത് ഉള്ള കാര്യമുണ്ട് ഗൈസ്. അടിപൊളി സാധനം. ആ ഫിംഗർ ലിക്കിങ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അവിടെ ആ സ്ട്രോബെറിക്ക് വേണ്ടി അടിയായിരുന്നു ഗൈസ്. എനിക്ക് ഭാഗ്യത്തിന് വേണം കിട്ടി. സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് വേണം. നൈസ്. സബ്സ്ക്രൈബറിനെ പിടിക്കാൻ നടക്കുന്ന യൂട്യൂബേഴ്സ് ഗൈസ്. ഇങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കാൻ നടക്കുന്നത് അല്ലേ? സാറെ കാണിച്ചു കൊടുക്കൂ. ഹണ്ടിങ് ചെയ്യുന്നവരെ ഞാൻ കാണിച്ചായിരുന്നു. എര പിടിക്കാൻ പോകുന്ന പോലെ സബ്സ്ക്രൈബറിനെ പിടിക്കുന്നോ. എര കിട്ടിയ എര ഏതോ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇതാണ് യൂട്യൂബിന്റെ ലൈഫ് ഗൈസ്. സന മനസ്സിലായില്ലല്ലേ? ആളെ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനത്തെ നോക്കട്ടെ, എന്റെ എല്ലാ ചാനലും നീ സബ്സ്ക്രൈബ് ചെയ്തോണ്ടോ? എന്തായാലും ഇവിടെ ഇര പിടിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാർ. എങ്ങോട്ട് ഉള്ള എല്ലാ ഫോണും കൊണ്ടെടുക്ക്. അതുകൊണ്ട് ഭാര്യ ഗൈസ്, നിങ്ങൾ എല്ലാരും ഇതിലുണ്ട്. എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആടെ നീ പറഞ്ഞു കൊടുക്ക കേട്ടാ, ഞാൻ ദൂരെയാണ് ഇരിക്കുന്നത്. പറഞ്ഞു കൊടുക്ക. ഗൈസ്, ഇതെന്തോ ഫുഡാണല്ലോ. കൊറിയൻ ചിക്കൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ എന്നാ ബീഫാണ്. ഇത് ബാർബക്യൂ ആണ്. ബാർബക്യൂ ബീഫ്. ആ ഇതാണ് കൊറിയൻ ചിക്കൻ ഗൈസ്. അങ്ങനെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇത് നമ്മളൊരു ഫേവറേറ്റ് സാധനമാണ് കൊറിയൻ ചിക്കൻ. വന്നു
ഓ ഗൈസ്, അവിടെ മൊത്തം ആൾക്കാർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോനു അവിടെയും പോയി ഇരിപ്പുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനാണെന്നോ. അവരത് എടുക്കുന്നതിന് മുമ്പേ നമുക്കത് അറിയാം ഗൈസ്. ഈ ഒരു സാധനം ബീഫാണെന്ന് തോന്നുന്നു. നല്ല ജ്യൂസി ആകെ. എങ്ങനെയുണ്ട് ഗൈസ്? അടുത്ത ഗൈസ്, ദിസ് ഈസ് കൊറിയൻ ചിക്കൻ. ഇത് നമ്മളൊരു ഫേവറേറ്റ് സാധനമാണ്. ഓക്കെ ഗൈസ്, ഇതാണ് എസ്പ്രസോ കുപ്പിം എന്ന് പറഞ്ഞ സാധനം. ഇത് ബീഫിൻ്റെ ബ്രിസ്ക്കറ്റ് പോലത്തെ സാധനം ലെറ്റ്യൂസിൽ വെച്ചിട്ട് കഴിക്കേണ്ട ഐറ്റം. വെയിറ്റ്, ലെറ്റ്യൂസിൽ നിന്നൊക്കെ ഇറങ്ങി തഴയുന്ന വരുന്നുണ്ട്. സോയാം ഗൈസ് സാധനത്തിൻ്റെ അത്. എക്സ്പ്രസോ ക്യൂപ്പിം മനസ്സിലായില്ലേ? അല്ലടാ, ശരിക്കുള്ളത് വരാ. പൊളി ഗൈസ്, അടിപൊളി. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇതെന്തായിരുന്നു? ഇത് പ്രോൺസ് അല്ലേ? തമ്പൂര. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. സൂപ്പർ ആയിട്ടാണ്. നമ്മള് ഇത് മതി, മെയിൻ ഇത് തന്നെ ടർക്കിഷ് ബീഫ്. അവരുടെ കൂടെ പറ. ഈ സാധനം ഓർക്ക് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സോസ് എടുത്തിട്ട് എന്നിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇത് പ്രോൺസ് തമ്പൂര. നൂഡിൽസ് ആൻഡ് ചിക്കൻ. അടിപൊളി സൂപ്പാണ്. പൊളി സാധനം കഴിച്ചു. ഓന് ഓർഡർ ചെയ്ത സാലഡ്, കാലമാരിയും പ്രോൺസ് ആണോ? പവർ ഓഫ് സാധനം ഓർഡർ ചെയ്ത സാലഡ് എത്തിയിട്ടുണ്ട് കഴിച്ചു. അങ്ങനെ ഉണ്ടെന്ന് പറയൂ. ഹെൽത്തി ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് ഇവർ പറയട്ടെ അതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത് പറയാം. കഴിക്കാൻ മടിക്കുന്നു. നല്ല ഫ്രഷ് ഫീലിംഗ് ആണോ? നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ അവിടെ? എൻ്റെ പൊന്നോ, നല്ല ഫ്രഷ് സാലഡ്. ഫിഷ് കഴിച്ചിട്ട് ഒരുമാതിരി മഴയത്തുനിന്ന് വന്ന് കയറിയ പോലെ വേർത്ത് വിളിച്ചിരിക്കുന്ന നോക്കിയാണ് അവൻ കഴിക്കുന്നതായി. വെറും ഈ സില്ലി ഫിഷ് കഴിച്ചിട്ടാണ് അത് ഇങ്ങനെ കഴിക്കുന്നത്. അറിവില്ല ഈ പറഞ്ഞ എരി ഉണ്ടോന്ന് നോക്കിയോട്ടെ, ഇല്ലെങ്കിലാണ്. ഇത് എരിയാണോ നിനക്ക് ഇത്രയും പ്രശ്നം? കുറച്ചരിയുണ്ട്, കുഴപ്പമില്ലടാ, കഴിച്ചോ.
ഫിഷാണ്, വേസ്റ്റ് ആക്കല്ലേ, ഫുള്ള് കഴിച്ചോ. പിന്നെ നമ്മളെ നീ പറയണേ ഔട്ട്രോ. എനിക്കാണെങ്കിൽ ഔട്ട്രോ ഭയങ്കര പിന്നെന്ത് ചെയ്യണം നീ പറ. അല്ല ഗൈസ്, ഔട്ട്രോ പോലെയാണ്. അതെ, ഞങ്ങള് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങള് വൈബ് അടിച്ച് എല്ലാരും കൂടി അല്ലേ, കൊറേ വർത്താനൊക്കെ പറഞ്ഞു. അപ്പം ഒരു ടേബിളിന്റെ അറ്റത്തുനിന്ന് അനന്തു ഹാപ്പി. എത്ര എന്നോട് പറഞ്ഞെന്നറിയോ? പ്രിയതമ്മ ഹാപ്പി ആണെന്ന് ഞാൻ ഡബിൾ ഹാപ്പി. അതല്ലേ എന്നെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പ പറയും വിളിച്ചോളൂ സിസ്റ്റർ അനീഷ് ഓൺകോർ. പുള്ളിയാണ് ഇവിടെ എല്ലാത്തിനും ഇങ്ങനത്തെ കലാപരിപാടിക്ക് വിളിക്കേണ്ട ആൾ. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആക്കി തരും. ഓക്കെ ബ്രോ, ഒരു ഹായ് പറഞ്ഞോളൂ. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. നമ്പർ ഞാൻ വാങ്ങിച്ചിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് കണ്ടോ, ഇതായിരുന്നു സൂപ്പറായിരുന്നു. ഇതൊക്കെ നമ്മൾ പക്ഷേ എല്ലാം ഇളക്കി കളഞ്ഞു. ഇത് ഒന്നുമല്ല, ഇത് സ്കെലട്ടൺ മാത്രമാണ്. പക്ഷെ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. അതെന്താ അപ്പം ഞങ്ങൾ വൈബ് ചെയ്യണ പോലെ നിങ്ങളും അവിടെ ഇരുന്ന് വൈബ് ചെയ്യാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, എന്റെ വ്ലോഗ് ജേർണി വീണ്ടും കണ്ടിന്യൂസ്. അതെ, ഇനി സനുബ്രോടെ കുറെ വ്ലോഗ്സ് വരുന്നതാണ് ഗൈസ്. വരും. യെസ്, നമ്മളിനി ഫുഡ് വ്ലോഗ് ചിക്കൻ കാല് പപ്സ് എവിടെയോ ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ പ്ലാനിങ് ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ നമ്മൾ വ്ലോഗേഴ്സ് എല്ലാരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാറായി. എല്ലാവർക്കും നമ്മൾ ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നാളെ കാണാം ഗൈസ്. നാളെ ഉണ്ട് പരിപാടി. ബൈ.